ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മെയിൻ ചാനലിനകത്ത് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്തിരുന്നു. കൊല്ലം സുധിയുടെ മരണത്തിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കിച്ചു എന്നറിയപ്പെടുന്ന രാഹുൽ ദാസ് കൊല്ലം സുധിയെ മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്തു എന്നത് NR റോസ്റ്റ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഒരു വെളിപ്പെടുത്തൽ വന്നായിരുന്നു. NR റോസ്റ്റ് എന്ന് പറയുന്ന ചാനൽ റസീന ചേച്ചിയും നൗഷാദിക്കയും ചേർന്ന് നടത്തുന്ന ഒരു ചാനലാണ്. സത്യം പറഞ്ഞ റസീന ചേച്ചിക്ക് വേറൊരു ചാനലുണ്ട്, റസീന നൗഷാദ് NR വേൾഡ് എന്ന്. അതിനകത്ത് ചേച്ചി വല്ലപ്പോഴൊക്കെ ഒരു വീഡിയോ ഇടും, അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഷോർട്ട് വീഡിയോസ് ഇടും. അത് മാത്രമാണ് ചേച്ചി അതിനകത്ത് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ NR റോസ്റ്റ് ആണ്. NR റോസ്റ്റ് എന്ന് പറയുന്ന ചാനലിനകത്ത് അവർ കൂടുതലും വരുന്ന ലൈവുകളാണ്. ഈ ലൈവ് വന്നാൽ അധികം ക്യാഷ് ഒന്നും കിട്ടില്ല. ഏകദേശം 10,000-10,000 പേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില്ലറ വല്ലതും കിട്ടിയാലായി, അതായത് $1 $2 ഒക്കെ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും കിട്ടില്ല ഈ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് പറയാൻ കാരണമുണ്ട്, ഈ ക്യാഷിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്ന ആളുകളൊന്നും മനസ്സിലാക്കണം. അവർ ആരുടെയും സൂപ്പർ ചാറ്റ് വാങ്ങാറില്ല. അതേപോലെ തന്നെ അവർക്ക് ഈ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പോയ $1-2 കിട്ടുന്നത്. ആ $1-2 കൂട്ടി വെച്ച് എത്ര നാൾ വേണം $100 ആവാൻ വേണ്ടിയിട്ട്? അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടല്ല അവർ ജീവിക്കുന്നത്. നൗഷാദിക്കയ്ക്ക് ഗൾഫിൽ നല്ലൊരു ജോലിയുണ്ട്. ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ആ ഒരു കുടുംബം സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുന്നുണ്ട്. എന്തായാലും ഒരുവിധപ്പെട്ട എല്ലാ യൂട്യൂബേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഈ പറയുന്ന കിച്ചുവിന്റെ ചില ചെയ്തികൾ, അല്ലെങ്കിൽ കിച്ചുവിനെതിരായിട്ടുള്ള പല കാര്യങ്ങളുടെ തെളിവുകൾ പല യൂട്യൂബേഴ്സിനെ കൈവശമുണ്ട്. അന്ന് രേണു പറഞ്ഞ കണക്ക് മറച്ചു വെക്കാണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നീ എന്നെ കൊണ്ട് അതൊന്നും വിളിച്ച് പറയിക്കല്ലേ കിച്ചു. അത് ചുമ്മാ പറഞ്ഞൊന്നുമല്ല, പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ തന്നെ NR റോസ്റ്റിനകത്ത് വന്ന ഈ ഒരു വിഷയം, കൊല്ലം സുധിയുടെ മരണത്തിനും ഏതാനും നാളുകൾക്ക് മുൻപ് ഇവർ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ആ ടൈമിൽ താമസിച്ചിട്ടുള്ളത്. അവിടുത്തെ വീട്ടിൽ വെച്ച് ഈ പറയുന്ന കൊല്ലം സുധിയെ കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസ് മർദ്ദിച്ചു, നല്ല രീതിക്ക് അടിക്കുകയും അദ്ദേഹത്തിന് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ കുത്തിപ്പിടിച്ച് ഈ വീട്ടിൽ നിന്ന് ഒച്ചയും ബഹളവും വരുന്നത് കണ്ടപ്പോഴത്തേക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ആളുകൾ പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് എത്തിയപ്പോഴത്തേക്ക് കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. പിറ്റേന്ന് രാവിലെ സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് പോലീസുകാർ പറഞ്ഞതിനനുസരിച്ച് ഈ പറഞ്ഞ രേണു സുധി, കൊല്ലം സുധി, കിച്ചു എന്ന് പറഞ്ഞ രാഹുൽ ദാസ് ഇവർ 3 പേരും സ്റ്റേഷനിൽ എത്തുകയും അവിടെ വെച്ച് ഈ പറഞ്ഞ കൊല്ലം സുധിയും രേണു സുധിയും പോലീസുകാരുടെ കാല് പിടിച്ചാണ് അന്ന് ഈ ചെറുക്കനെ കേസിൽ നിന്ന് ഊരിയത്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് യൂട്യൂബറായിട്ടുള്ള ഷെഫീന ബീവിയുടെ കൈവശമുണ്ട്. അതുകൂടാതെ കിച്ചുവിനെതിരായിട്ട് ഉള്ള കുറേയധികം അലിഗേഷന്റെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവരുടെ കൈവശമുണ്ട്. ഇവരുടെ കയ്യിലുള്ളതുപോലെ തന്നെ ഞങ്ങളിൽ പലരുടെയും കയ്യിലുണ്ട്. അതൊന്നും ഞങ്ങളാരും പുറത്തു വിടുന്നില്ല. അങ്ങനെ പുറത്തു വിടാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ NR റോസ്റ്റ് എന്ന് പറഞ്ഞ ചാനലിലൂടെ ഇത് പുറത്തേക്ക് വന്നത്. എന്തായാലും ഇത് അധികം ചർച്ചയായില്ല. ആവാത്തതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. രേണുവിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനെ സമൂഹത്തിന്റെ മുന്നിലേക്ക് പ്രൊജക്ട് ചെയ്തുകൊണ്ട് വരിക. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ പറയുന്ന രാഹുൽ ദാസ് അടുത്ത് തന്നെ ബിഗ് ബോസിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ മാസീവായിട്ടുള്ള ഒരു സപ്പോർട്ടുള്ള രാഹുൽ ദാസ് ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ യൂട്യൂബേഴ്സിന് ധാരാളം കണ്ടന്റ് കിട്ടും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം അധികം ചർച്ചയാക്കാണ്ട് അവരാരും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഞാനും അനീഷ് വ്ലോഗും മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ വീഡിയോ ചെയ്തത്. എന്നാലും ഞങ്ങളുടെ വീഡിയോ ഒക്കെ അത്യാവശ്യം ആളുകൾ കണ്ടു. അങ്ങനെ ഈ ഒരു വിഷയം സത്യം പറഞ്ഞ പുറത്തേക്ക് വരുമെന്ന് ഞങ്ങൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല. മേ ബി അത് നൗഷാദിക്കയും റസീന ചേച്ചിയും ഒന്ന് തീരുമാനിച്ചായിരിക്കാം. കാരണം മറ്റൊന്നുമില്ല, ഈ ചെറുക്കനെ ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്തില്ലെങ്കിൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഇനിയും ആക്രമിക്കപ്പെടും. കാരണം ഇവന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ അവരെ ആക്രമിക്കും. അതിനൊന്ന് തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ഒരുപക്ഷെ നൗഷാദിക്കയും റസീന ചേച്ചി അത് ചെയ്തത്. എന്നാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് ആരും ചെന്ന് നൗഷാദിക്കനെ റസീന ചേച്ചിനെ ട്രിഗർ ചെയ്യില്ല. അങ്ങനെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും പല വിവരങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. അതിൽ പലതും ചിലപ്പോൾ വിളിച്ചു പറയും. അതോടുകൂടി തന്നെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. അല്ലെങ്കിൽ തന്നെ ഞാൻ ഉള്ള കാര്യം പറയാം, രേണുസുധി എന്ന് പറയുന്ന വ്യക്തി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എന്ന് വീഡിയോ ചെയ്യാതിരിക്കുന്നോ അതോടുകൂടി തന്നെ ഈ പറയുന്ന കിച്ചു എന്ന് പറഞ്ഞ ടോപ്പിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ജസ്റ്റ് വാനിഷ് ആവും. കാരണം അതിനുള്ള കണ്ടന്റ് വാല്യൂവേ ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിനുള്ളൂ. രേണുസുധിയോട് നമ്മുടെ സൊസൈറ്റിക്കുള്ള നെഗറ്റീവ് അപ്രോച്ചാണ് ഈ പറയുന്ന കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിന്റെ പോസിറ്റീവായിട്ട് മാറുന്നത്.
അങ്ങനെ വരുമ്പോഴത്തേക്ക് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തേക്ക് വിടാതിരുന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ ഈ വിഷയങ്ങളിലൊന്നും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ തീരും കിച്ചു എന്ന് പറയുന്ന കണ്ടന്റ്. പിന്നെ ആ വ്യക്തിയെക്കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു കാരണവശാലും ചർച്ച ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു 99% വിശ്വാസം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.